ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആറ്റത്തിലെ ഘടനയെക്കുറിച്ചിട്ട് നോക്കാം. ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണങ്ങളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് ന്യൂക്ലിയോൺ. ആറ്റത്തിലെ മുഴുവൻ മാസ്സും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ്. ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിൻ്റെ വലിപ്പം 10⁵ ഇരട്ടി വലുതാണ്. ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസ്സുകൾ തമ്മിലുള്ള അനുപാതം 1836:1. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. ഒരാറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാലാണ്. ഇതാണ് ആറ്റത്തിലെ ന്യൂട്രോണിൻ്റെ ഘടന. ഇനി അടുത്തത് ഇലക്ട്രോണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചിട്ട് ഒന്ന് പറയാം. ആറ്റത്തിൻ്റെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ. ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആറ്റോമിക കണമാണ് ഇലക്ട്രോൺ. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണമാണ് ഇലക്ട്രോൺ. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൽ 1/1837 ഒരു ഭാഗം മാത്രം മാസ്സുള്ള കണങ്ങളാണ് ഇലക്ട്രോണുകൾ. സൂര്യന് അതിൻ്റെ ഗ്രഹങ്ങൾ പോലെയാണ് ന്യൂക്ലിയസിന് ഇലക്ട്രോൺ. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോൺ ചാർജിൻ്റെ മൂല്യം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മില്ലിഗൻ. ഇലക്ട്രോണുകൾ ഒരു ഷെല്ലിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്നു എന്ന് നിർദ്ദേശിച്ച മാതൃകയാണ് സൗഹൃദ മാതൃക. ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജോൺ സ്റ്റോണിയാണ്. ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവവും കണിക സ്വഭാവവും അറിയപ്പെടുന്നത് ദ്വൈത സ്വഭാവം എന്നാണ്. ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഡി ബ്രോഗ്ലി. പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണുകളുടെ തരംഗ സ്വഭാവം തെളിയിച്ചത് C.J. ഡേവിസണും L.H. ജമറുമാണ്. ഇലക്ട്രോണിൻ്റെ കൃത്യമായ സ്ഥാനം, കൃത്യമായ ആക്കം അല്ലെങ്കിൽ പ്രവേഗം എന്നിവ ഒരേ സമയം കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഹൈസൻബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.